ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യണം എന്നതടക്കമുള്ള കേന്ദ്ര നയത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് രാജ്യവ്യാപകമായിട്ട് നടക്കുകയാണ്. കേരളത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഗാന്ധി ദർശൻ സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു പ്രതിഷേധ സദസ്സ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? ഇന്ത്യയിൽ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇതൊക്കെ ഒരു വലിയ പരിധി വരെ തുടച്ചു നീക്കി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നും ഒരുപാട് സാധുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സാധുക്കളായിട്ടുള്ള സാധാരണക്കാരന്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസമൊക്കെ കുറവുള്ള ആളുകൾക്ക് ജോലി നൽകുന്നതിലേക്ക് വേണ്ടിയാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം NREGP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ആദ്യം തുടങ്ങുന്നത്. അതിനുശേഷം അവശരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തിരിക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത ആളാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് കൊണ്ട് UPA ഗവൺമെൻറ്റുള്ള സമയത്ത് ഒരു പുതിയ പേര് കൊടുത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി MNREG എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് മൊത്തത്തിൽ ഈ ദേശീയതയോടും ദേശീയ നേതാക്കന്മാരോടും സ്വാതന്ത്ര്യ സമരത്തിലെ അധികാരിമാരോടുമൊക്കെ ഒരു പ്രതിഷേധാത്മകമായിട്ടുള്ളൊരു നടപടിയാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റുന്നതിനെ ഞാൻ കാണുന്നത്. ഈ പദ്ധതിയുടെ പവിത്രത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറയുന്ന ആവശ്യമാണ്. മഹാത്മാഗാന്ധി എന്നും ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിലൂടോ മഹാത്മാഗാന്ധിയുടെ പടമുള്ള നോട്ടിലെ മഹാത്മാഗാന്ധിയുടെ തല മാറ്റുന്നതിലൂടോ ഗാന്ധി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല, അത് ഉറപ്പാണ്. എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള ഹീനമായ നടപടികളുള്ള ഒരു പ്രതിഷേധമാണ് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ഇവിടെ നടത്തുന്നത്. എന്തൊക്കെയാണ് ഈ നിയമം വരുമ്പോൾ നിങ്ങൾക്കുള്ള ആശങ്കകൾ എന്തൊക്കെയാണ്? ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നേരത്തെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 2013 കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിജിയുടെ പേര് ഉള്ളതുകൊണ്ട് മഹാത്മാഗാന്ധിജിയുടെ പേര് വെട്ടാൻ വേണ്ടി മാത്രമാണ് പുതിയ ഗവൺമെൻറ് NDA ഗവൺമെൻറ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നത് തന്നെ. കേന്ദ്ര ഗവൺമെൻറ് 90% ഇടുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് 10% വിഹിതം ഇടുന്നത്. ഇപ്പോൾ പുതുതായി കൊണ്ടുവന്ന ബില്ലനുസരിച്ച് 60% കേന്ദ്രവും 40% സംസ്ഥാനം ഇടേണ്ടി വരും. ഇപ്പോൾ കേരള സംസ്ഥാനം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി പുനഃക്രമീകരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ അനുപാതമനുസരിച്ച് കേരളം ഏകദേശം 2000 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടി വരും. അപ്പോൾ ഇത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് RSS കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശമനുസരിച്ച് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമം. ആ നരേന്ദ്രമോദിയുടെ ഈ നിയമം മാറ്റി പഴയ രീതിയിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ വസ്തുതകൾ വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെയും രാജ്യത്തിൻ്റെയും ഗ്രാമപ്രദേശങ്ങളുടെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി പുനഃക്രമീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത് BJP സർക്കാരിൻ്റെ എന്തെങ്കിലും പ്രത്യേക അജണ്ട ഇതിന് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുകയാണ്, ബഹുമാനിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രമാതാവ് എന്നൊരു സങ്കല്പം പുതുതായി കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്തിലൊക്കെയുള്ള സ്ഥലങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. ഗാന്ധി ദർശൻ എന്ന രീതിയിൽ ഗാന്ധിജിയുടെ ഡൽഹിയിലുള്ള രാജ്ഘട്ട് പോലും കയ്യേറുന്ന, അത് ഗാന്ധിയന്മാരല്ലാത്തവർ അതിന് കൈയാളുന്ന ഒരു പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജിയെ, അദ്ദേഹത്തിൻ്റെ സ്മരണകളെ, അദ്ദേഹത്തിൻ്റെ അനുയായികളെ ഇല്ലായ്മ ചെയ്യുകയും ആ സ്മരണയെ രാഷ്ട്രത്തിൻ്റെ ആത്മാവിൽ നിന്ന് തുടച്ചു നീക്കുവാനുള്ള ഒരു ഗൂഢപദ്ധതിയായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും മഹാത്മാഗാന്ധി ജനങ്ങളുടെ മനസ്സിൽ നിന്നും അവർ തുടച്ചു നീക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, ഈ രാഷ്ട്രത്തിന് വേണ്ടി അർപ്പിച്ച ആത്മത്യാഗം, അത് ഈ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ള കാലത്തോളം നിലനിൽക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വിദേശ രാജ്യങ്ങൾ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ മഹാത്മാഗാന്ധിയെ അംഗീകരിക്കുമ്പോൾ ഇന്ത്യൻ ജനത
അദ്ദേഹത്തെ അംഗീകരിക്കുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ബോധപൂർവം മഹാത്മാഗാന്ധി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവസാനം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പോലും ആ പേര് വെട്ടി നീക്കുന്നത്. യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ നാമത്തെ തമസ്കരിക്കാനുള്ള ഒരു നീക്കമാണ് BJP സർക്കാർ വന്നത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായൊരു പോരാട്ടം നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നിയതുകൊണ്ട് ആണ് ഇത്തരം സംരംഭങ്ങളുമായി വെളിയിൽ വന്നിരിക്കുന്നത്. ഈ തൊഴിൽദാന പദ്ധതി എന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ആശയമാണ്. ബഹുമാനിയായ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീമതി സോണിയാഗാന്ധി UPA സർക്കാരിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് നൽകിയ ശുപാർശയാണ് ഈ മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതി. ആ പദ്ധതിയെ അട്ടിമറിക്കുക മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ നാമധേയം അതിനകത്ത് നീക്കം ചെയ്യുക എന്നത് വളരെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അവരുണ്ടാക്കിയ ഒരു സംരംഭമാണ്. നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ അവർ ദേശസ്നേഹികളല്ല, ദേശവിരുദ്ധരാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് രാജ്യമെമ്പാടും മഹാത്മാഗാന്ധിയുടെ നാമധേയം എന്നും ഇവർ ഒരു സർക്കാർ വിചാരിച്ച ഗാന്ധിയുടെ നാമധേയം അല്ലെങ്കിൽ ഗാന്ധിയൻ സിദ്ധാന്തമോ സംസ്കാരമോ ഒന്നും ആരുടെ മനസ്സിനകത്തൊന്നും മാറ്റിക്കളയാൻ പറ്റുന്നതല്ല. പദ്ധതിയെ തകർക്കുക വഴി മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാനുള്ള നീക്കം, അതിനെതിരെയുള്ള പോരാട്ടത്തിന് ആര് നടത്തിയാലും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയാലും അതിന് പിന്തുണ നൽകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോഴും സംസ്ഥാനത്തുൾപ്പെടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാത്മാഗാന്ധിയെ മനഃപൂർവ്വം അവഗണിക്കുന്ന കേന്ദ്ര നയമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ നശിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നുള്ള വിമർശനവും പരാതിയുമാണ് ഇവർ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.